സദ്യയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഓലൻ നമുക്കെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ 500 ഗ്രാമിൻ്റെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് നമുക്കിതിനെ കട്ട് ചെയ്തുകൊണ്ട് വരാം. ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒത്തിരി വലിയ പീസുകളായിട്ടല്ല, ചെറിയ പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 1/4 കപ്പ് വൻപയർ ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നു. എന്നിട്ട് കുക്കറിലല്ല, അല്ലാതെ തന്നെ ശകലം വെള്ളവും ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്, എന്നാലും വേവണം. ആ രീതി വേണം വേവിച്ചെടുക്കാനായിട്ട്. കുമ്പളങ്ങയെക്കാളും പയർ എപ്പോഴും കുറഞ്ഞേ ഇരിക്കാവൂ കേട്ടോ. നമ്മൾ എടുത്തു വെച്ച കുമ്പളങ്ങയിലോട്ട് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3/4 കപ്പ് 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് 1ാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 3 പച്ചമുളകാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ പകുതി മുക്കാലും വറ്റിയും വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കുമ്പളങ്ങ നല്ലതായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറുണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. വൻപയറോട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് 5 മിനിറ്റും കൂടെ ഇതിനൊന്ന് അടച്ച് വെക്കാം. 5 മിനിറ്റ് വേകുമ്പോൾ തന്നെ വൻപയർ ബാക്കി വേവാനുള്ളത് നല്ലതായിട്ട് വെന്ത് കിട്ടും. വൻപയറും കുമ്പളങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് തേങ്ങയുടെ 1ാം പാൽ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതങ്ങ് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിലിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തീ ഓൾറെഡി ഓഫാണ്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. ഈ പച്ച വെളിച്ചെണ്ണയൊക്കെ ഫ്ലേവർ കറിയിലോട്ട് നല്ല രീതിയിൽ ഇറങ്ങി വരണം. അപ്പോഴത്തേക്ക് കറി നല്ലതായിട്ട് ഒന്നുകൂടെ കുറുകി വരും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഓലനിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക.